ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട യൂണിക്കോൺ 160 മോഡൽ. യൂണിക്കോൺ 160 ആണ് വണ്ടി. വണ്ടിയുടെ കംപ്ലയിൻറ്റ് മെയിനായിട്ട് പറഞ്ഞത് പിക്കപ്പ് ലോ പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ കൊണ്ട് മെയിൻ കംപ്ലയിൻറ്റ് മൈലേജ് വളരെ കുറവാന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ആദ്യം ഇതിക്ക് മുമ്പ് ഒരു പ്രാവശ്യം വന്നതാണ്. അപ്പോൾ ആ കംപ്ലയിൻറ്റ് നമ്മളപ്പോൾ അത്യാവശ്യം പുറമേ നിന്ന് ചെയ്യാവുന്ന വർക്കുകൾ എന്ന് പറയുമ്പോൾ മൈലേജ് ഷോട്ട് വരുന്ന സമയത്ത് നമുക്ക് പുറമേ നിന്ന് ചെയ്യാവുന്ന എയർ ഫിൽട്ടർ, കാർബറേറ്റർ, പ്ലഗ് ആ ഭാഗം സെക്ഷനൊക്കെ കറക്റ്റ് ചെയ്തു. എൻജിൻ കാർബറേറ്റർ ട്യൂണിങ്ങൊക്കെ കറക്റ്റ് ചെയ്തു. ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തു. അത്യാവശ്യം വണ്ടിയുടെ ഫിറ്റ്നസ് അത്യാവശ്യം ഭാഗങ്ങൾ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ വണ്ടി വീണ്ടും ടെസ്റ്റിന് വിട്ടു. വീണ്ടും മൈലേജ് ഷോർട്ടായിട്ടാണ് പറഞ്ഞത്. പിന്നീട് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് എൻജിൻ ഹെഡിൻ്റെ ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം വെച്ചാൽ കംപ്രഷൻ ലീക്കേജാണ്, അല്പം കംപ്രഷൻ ലീക്ക് കുറവ് പോലെ കാണിക്കുന്നുണ്ട് എൻജിനകത്ത്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി അഴിച്ചാണ്. 1,14,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അപ്പോൾ നമ്മളത് അഴിച്ച് അതിനെ നോക്കുന്ന സമയത്ത് വാൽവിൻ്റെ ലീക്കേജ് ഉണ്ട്. വാൽവ് ലീക്ക് കാണിക്കുന്നുണ്ട്. എക്സോസ്റ്റ് വാൽവൊക്കെ അത്യാവശ്യം ലീക്കേജ് ആയിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് സീറ്റ് ചെയ്ത് കയറ്റേണ്ടി വരും. അതായത് വാൽവ് ഗൈഡിന് കൂടുതൽ പ്ലേ കാണിക്കുന്നുണ്ടെങ്കിൽ വാൽവ് ഗൈഡും മാറ്റിയിട്ട് വേണം നമ്മൾ വാൽവ് സെറ്റ് ചെയ്യാനായിട്ട്. വാൽവ് ഗൈഡും കൂടി മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. അപ്പോൾ നിലവിൽ നോക്കുമ്പോൾ നമുക്ക് അത്ര പ്രോബ്ലം തോന്നുന്നില്ല. നമുക്ക് ലെയ്ത്തിൽ കയറ്റിയിട്ട് കറക്റ്റ് ചെക്ക് ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വാൽവ് എൻജിൻ ഹെഡ് ഡീകാർബണൈസിങ് ചെയ്യാമെന്ന് പറയും. അതായത് ഓരോ 30,000 കിലോമീറ്ററും വണ്ടിയുടെ ഈ എയർ ഫിൽട്ടർ പ്ലഗ് പോലെയൊക്കെ തന്നെ വന്ന ഒരു വർക്കാണ് നമുക്ക് എൻജിൻ ഹെഡ് ഡീകാർബണൈസിങ് എന്ന് പറഞ്ഞത്. അത് ഈ പറഞ്ഞ രീതിയിൽ ഈ വാൽവിൻ്റെ ഈ എഡ്ജിലൊക്കെ വന്നിട്ട് കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലുണ്ടാവും. പിസ്റ്റൻ്റെ ടോപ്പ് സൈഡിൽ വന്നിട്ടും കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലേക്കൊക്കെ അതിൻ്റെ കംപ്രഷൻ നല്ല രീതിയിൽ കംപ്രഷനാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുക. അപ്പോൾ ഈ സൈഡിൽ കൂടെയൊക്കെ ഇതിനകത്ത് കത്തണ ഗ്യാസ് വരികയും അതിൻ്റെ ഉള്ളിലുള്ള കാർബണൊക്കെ റിങ്സിൻ്റെ അടിഭാഗത്ത് സ്റ്റോർ ആവുകയും റിങ്സ് ബെഡ് ചെയ്ത് പുറത്തേക്ക്, അതായത് റിങ്സ് പുറത്തേക്ക് തള്ളി വരുന്നതനുസരിച്ച് സിലിണ്ടർ പിസ്റ്റണിൽ തേമാനൊക്കെ വരുത്തും. അപ്പോൾ അതുമൂലം എൻജിൻ കംപ്രഷനിലൊക്കെ ലീക്കേജ് കാര്യങ്ങളൊക്കെ വരും നിലവിൽ. അപ്പോൾ അത് ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഈ ഓരോ 30,000 കിലോമീറ്ററിലും അത് അഴിച്ച് ക്ലിയർ ചെയ്ത് കൂട്ടത്തിൽ തന്നെ നമുക്കൊരു കംപ്ലയിൻറ്റ് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ സിലിണ്ടറിൻ്റെ പിസ്റ്റണിൻ്റെ ഈ റിങ്സ് മാത്രം മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും പുതിയ വണ്ടിയുടെ എൻജിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ നമുക്ക് വർഷങ്ങളോളം കൊണ്ടുനടക്കാം. ഇത് എനിക്ക് തോന്നുന്നു 1,14,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒരു പക്ഷേ നമുക്ക് അതിൻ്റെ സിലിണ്ടറിൻ്റെ ഭാഗം അഴിച്ചിട്ടൊക്കെ ഉണ്ടാവാം. കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങളോ അതിനകത്ത് കാണുന്നില്ല. കാരണം ഗ്യാസ്കറ്റിലൊക്കെ അത്യാവശ്യം പശയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാണ്ട് വേറൊരു പ്രോബ്ലംസൊന്നും കാണുന്നില്ല അതിനകത്ത്, നമുക്ക് അറിയാനായിട്ട് പറ്റുന്നില്ല. പിന്നെ പിസ്റ്റണിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോഴും ഇത് ഫ്രഷ് പിസ്റ്റണായിട്ടാണ് കാണുന്നത്. നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നോക്കുന്ന സമയത്തുണ്ടല്ലോ സിലിണ്ടറിനകത്തും പിസ്റ്റണിനകത്തും സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്, തേമാനം വന്നിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ നോക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. സൈഡിലൊക്കെ അത്യാവശ്യം സ്ക്രാച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഭാഗത്ത് നോക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഉരച്ചിൽ നോക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കും കൂടുതൽ സ്ക്രാച്ചസ് ഉണ്ട്. അത് തന്നെ നമുക്ക് നിലവിൽ സിലിണ്ടറിനകത്തും സംഭവിച്ചിട്ടുണ്ട്. സിലിണ്ടറിൻ്റെ ആയാലും അടിഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ റെഡ് കളറിൽ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ചും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഈ സൈഡിൽ നോക്കുമ്പോഴും ഈ ഭാഗത്ത് ചെറു ഡീപ്പായിട്ടുള്ള രീതിയിൽ 1-2 സ്റ്റെപ്പ് പോലെയൊക്കെ കാണുന്നുണ്ട് അതിനകത്ത് കേട്ടോ. അപ്പം നിലവിൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. 1,14,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അപ്പോൾ ശരിക്കും സ്വാഭാവികമായിട്ടും അതിൻ്റെ ക്രാങ്കിൻ്റെ കണക്ടർ റോഡിനൊക്കെ അത്യാവശ്യം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. തേമാനത്തിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസാണത്. അപ്പോൾ അത് നിലവിൽ അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ സിലിണ്ടർ ബോർ ചെയ്ത് യൂസ് ചെയ്യാം. കാരണം പുതിയത് നമ്മൾ ഇതിനകത്തേക്ക് കയറ്റി വിടുമ്പോഴുള്ള റിസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡ് എപ്പോൾ കംപ്ലയിൻറ്റ് വരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലാണ് സിലിണ്ടറൊക്കെ ബിൽഡ് ചെയ്ത് പോവാം. അപ്പോൾ ആ കണക്ടർ റോഡിന് പ്ലേ കൂടുതൽ കാണിക്കുകയും കംപ്ലയിൻറ്റിലേക്ക് പോവുകയും ചെയ്താൽ നമ്മൾ ഈ സെറ്റ് ചെയ്യുന്ന ഏറ്റവും ഡാമേജ് വരാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ്. കാരണം സാധ്യത ഹൈ ആണെന്നല്ല, ഓൾറെഡി ഡാമേജ് വരും. അപ്പോൾ തൽക്കാലം വേണമെങ്കിൽ നമുക്കിപ്പോൾ ഇതിന് ചെറുതായിട്ടൊരു വീക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലിണ്ടർ ബോർ ചെയ്തതിന് ശേഷം വാൽവ് കാര്യങ്ങളും മാറ്റി സിലിണ്ടർ ബോർ ചെയ്തതിന് ശേഷം അതേപോലെ റീസെറ്റ് ചെയ്യണതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതാണ് പെർഫെക്റ്റായിട്ട് നമുക്ക് ആ കംപ്ലയിൻറ്റ്സ്, അതായത് എൻജിൻ കംപ്രഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ഇനി അതല്ലെങ്കിൽ അത് അത്യാവശ്യം നമുക്ക് ഒരു വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് എത്ര വരും എന്നുള്ള ദിവസം പറയാം. ഇനി അതല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് തൽക്കാലം വാൽവ് സീറ്റ് ചെയ്തതിന് ശേഷം വാൽവ് കാര്യങ്ങളൊക്കെ സീറ്റ് ചെയ്യാം. അതിന് ശേഷം ഈ പിസ്റ്റണിൻ്റെ റിങ്സ് മാത്രം മാറ്റിയിട്ട് വേണമെങ്കിൽ റീസെറ്റ് ചെയ്യാം. അപ്പോഴും നമുക്ക് നിലവിൽ ഈ സിലിണ്ടർ പിസ്റ്റണിൻ്റെ ഭാഗത്തൊക്കെ സ്ക്രാച്ച് ഉള്ളത് കൊണ്ട് പിന്നീട് പുക വരാനായിട്ടുള്ള സാധ്യത, വൈറ്റ് സ്മോക്ക്, ഓയിൽ കയറി കത്തുന്നൊരു കംപ്ലയിൻ്റൊക്കെ വരാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ്. അപ്പോൾ ശരിക്കും സിലിണ്ടർ ഹെഡ് നമ്മൾ അഴിച്ച് ഡീകാർബണൈസിങ് ആയിട്ട് ചെയ്യുമ്പോൾ യൂണിക്കോൺ, അതേപോലെ യൂണിക്കോൺ 160 ഹോണറ്റ് മോഡലൊക്കെ വരുമ്പോൾ
നമുക്ക് സാധാരണ രീതിയിൽ നമുക്കൊരു 3250 തുടങ്ങിയിട്ട് 3500 വരെയൊക്കെ അതിന് സാധാരണ രീതിയിൽ കോസ്റ്റ് വരാറുണ്ട്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് പുറമെ വന്നേക്കുന്ന വർക്കാണ്. നമുക്ക് ഈ മറ്റ് സിലിണ്ടറൊക്കെ ബോറ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടെ വാൽവും കൂടി മാറ്റുന്നതായിരിക്കും നല്ലത്. ഇനി അതല്ല, സിലിണ്ടർ വേറെ ഒന്നും ചെയ്യേണ്ട, റിങ്സ് മാത്രം മാറ്റി കയറ്റിയാൽ മതി, വാൽവ് നമുക്ക് സീറ്റ് ചെയ്ത് കയറ്റിയാൽ മതി. അതിനകത്ത് ചെറിയൊരു അടി സൗണ്ട് നോയ്സ് ഉണ്ടാവും എന്തായാലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് അത്രയും പഴക്കം വന്നിട്ടുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റൊക്കെ അത്രയും പഴയൊക്കെ ഉള്ള ക്രാങ്ക് ഷാഫ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബോർ ചെയ്യുന്ന തൽക്കാലം കരി മാത്രം കുത്തി കയറ്റിയാൽ മതി എന്നുണ്ടെങ്കിൽ ചെറിയൊരു നോയ്സ് വ്യത്യാസം, ഒരു സൗണ്ട് കാണിക്കും എന്തെങ്കിലും കേട്ടോ. എന്നാലും മൈലേജിൻ്റെ കേസൊക്കെ നമുക്ക് മാക്സിമം ട്യൂൺ ചെയ്ത് പരമാവധിയിലേക്കൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. ബെറ്റർ നമുക്ക് ഓൾറെഡി ഇപ്പോൾ സിലിണ്ടർ ബോർ ചെയ്തിട്ടെങ്കിൽ തന്നെയും ബോർ ചെയ്ത് തന്നെയും കയറ്റാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ആ ഒരു കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള, അതായത് പുകയുടെ ഒരു കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ളൊരു സാധ്യത കുറയും. അതായിരിക്കും കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നണം. നോക്കിയിട്ടൊന്ന് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റപ്പാട് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ബോറിങ്ങൊക്കെ ചെയ്ത് വരുമ്പോൾ സാധാരണ ബോർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് വാൽവിൻ്റെ കേടും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഏകദേശം നമുക്ക് നോക്കുമ്പോൾ ഒരു 7000 രൂപ 7500 രൂപയൊക്കെ നമുക്ക് ചിലവ് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഏകദേശം ഒരു സാധ്യതയാണ്. നമുക്കത് ലെയ്ത്തിലേക്ക് കയറുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ ഏതൊക്കെ ഡാമേജ് എന്നുള്ളത്. കറക്റ്റാണ് മെഷീനിൽ അവർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് ഞാനപ്പോൾ ഇപ്പോൾ നിലവിൽ ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്ത് കരി കുത്തി വരുമ്പോൾ ഏകദേശം എത്ര വരും എന്നുള്ളത് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. ഇനി സിലിണ്ടർ എന്തെങ്കിലും ചെയ്യണോ, ബോറിങ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള എസ്റ്റിമേറ്റും നമ്മൾ പറയാം. അത് കണ്ടതിന് ശേഷം നിങ്ങൾ റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ടാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അതിനേക്കാളൊക്കെ ഉപരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡിന് നിലവിൽ തൽസ്ഥിതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട്, ഇത്രയും പ്ലേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കംപ്ലൈൻറ്റ് വന്നുകൂടായിക്കൊന്നുമില്ല. അങ്ങനെ ഒരു സാധ്യത നിലവിൽ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് വന്നൊന്നല്ല, പക്ഷെ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് നിലവിൽ. കാരണം 1,14,000 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ആവറേജ് ഒരു വണ്ടിയുടെ എൻജിൻ ലൈഫിൻ്റെയൊക്കെ ഏകദേശം ഒരു 90% ആയി. 160 cc ആയതുകൊണ്ടാണ്. 100 cc വണ്ടി എന്നൊക്കെ 1,00,000 കിലോമീറ്റർ ആവറേജ് മാക്സിമത്തിലായി അതിൻ്റെ ഒരു റേഞ്ചൊക്കെ. പക്ഷെ അതിലും കൂടുതൽ ഓടണ വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് ബേസിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,00,000 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇതാണ്. അപ്പോൾ നിലവിൽ നമ്മൾ ഡീകാർബണൈസിങ് ആയിട്ട് ചെയ്യുക, അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. സിലിണ്ടർ ബോർ ചെയ്താണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് റിപ്ലൈ പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള എസ്റ്റിമേറ്റും വർക്കൗട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കൂടി അപ്ഡേറ്റ് ചെയ്ത് തരാം, എത്ര കോസ്റ്റ് വരും എന്നുള്ള കേസ് നോക്കിയിട്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ.